നമസ്കാരം, വിനോദ് കുമാർ വേട്ടാടി. IELTS റീഡിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് അത് പാസേജുമായി തട്ടിച്ച് നോക്കിയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതേ അർത്ഥത്തിൽ അവിടെ ഉണ്ടെങ്കിൽ അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വിപരീതമായോ മറ്റെന്തെങ്കിലും അർത്ഥത്തിലോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഡീട്രാക്ക് ചെയ്യുന്ന ഡീറെയിൽ ചെയ്യപ്പെട്ട നെഗറ്റീവായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ അത് ഫോൾസ് എന്നും, അതുപോലെ തന്നെ ഈ പറയുന്ന അർത്ഥത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് അവിടെ ഇല്ല എങ്കിൽ, മാച്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇല്ല എങ്കിൽ അതിനെ നോട്ട് ഗിവൺ എന്നും പറയുന്നു. ഒരുപാട് സെൻറ്റൻസസ് തന്നിട്ട് 4-5 സെൻറ്റൻസസ് തന്നിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ നോട്ട് ഗിവൺ ആണോ എന്ന് പാസേജുമായി തട്ടിച്ച് നോക്കുന്ന ഒരു ചോദ്യമാണ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ. ഇത് പലപ്പോഴും എല്ലാ ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വ്യാപകമായിട്ട് കണ്ടുവരാറുള്ളത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇംഗ്ലീഷിൽ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. 2, നിങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ തന്നെ അതിനെ കൃത്യമായ അർത്ഥം നിങ്ങൾക്ക് വിലയിരുത്താനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു പോരായ്മയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സ്വാഭാവികമായിട്ടും അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷിനോട് നിങ്ങൾക്കൊരു അഫിനിറ്റി വേണം. അല്ലാതെ നിങ്ങൾ ഒരുപാട് ട്രൂ ഫോൾസ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്കത് ശരിയാവുന്നില്ലല്ലോ സർ, അല്ലെങ്കിൽ അതിന് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല. നിങ്ങളത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. അത് മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണ്. എന്നാൽ മാത്രമേ വിവിധ ചോദ്യങ്ങളുടെ വിവിധ തരത്തിലുള്ള സ്ട്രക്ചറും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇംഗ്ലീഷിലുള്ള ജ്ഞാനം അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ വാക്കുകളും വെക്കാബുലറിയും അതിൻ്റെ ഇൻറ്റേർണൽ, ഇംപ്ലൈഡ്, എക്സ്റ്റേണൽ മീനിങ് ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെ കുറവ് കൂടി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യം നമ്മൾ ചോദ്യം കൃത്യമായിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നോർമലി ഒരു 1-2 പ്രാവശ്യം ഒരു ചോദ്യം വായിക്കുക, എന്നിട്ട് അതിൻ്റെ അർത്ഥത്തെ മലയാളീകരിച്ച് തന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം. ഒരു മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട്. അതിന് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മലയാളീകരിച്ച് തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് സത്യത്തിൽ മലയാള ഭാഷയിലാണ്, മാതൃഭാഷയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെ മലയാളത്തിലൊരർത്ഥം ഗ്രഹിക്കാൻ വേണ്ടി പറ്റണം. എന്നിട്ട് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പാസേജ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മലയാളീകരിച്ച ഒരു അർത്ഥം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എന്നിട്ട് വേണം നിങ്ങൾ പാസേജ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. പാസേജ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതേ അർത്ഥം വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് അത് ട്രൂ ആവുക. അല്ല എങ്കിൽ 1-2 സ്റ്റേറ്റ്മെൻറ്റിൽ 1-2 വേർഡ്സ് പാസേജിൽ കണ്ടതുകൊണ്ട് അത് ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നത്. ഒരു ചോദ്യം വായിക്കുന്നു, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻസ് വർക്കിംഗ് ഇൻ അമേരിക്ക ആർ ഫേസിങ് നമ്പർ ഓഫ് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ അതിലെ കീവേഡ് കാണുന്നു, ഇന്ത്യൻസ്, അമേരിക്ക, പ്രോബ്ലംസ്. ഉടനെ തന്നെ ഈ വേർഡ്സ് പാസേജിൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ട്രൂ എന്ന് നിങ്ങൾ എഴുതുന്നു. അങ്ങനെയല്ല, അത് അർത്ഥം മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രൂ. അർത്ഥത്തിന് ഓപ്പോസിറ്റും കോൺട്രഡിക്ടറി, ഘടകവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോൾസ്. അതേ അർത്ഥത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇല്ല എങ്കിൽ അത് നോട്ട് ഗിവൺ. അപ്പോൾ കൃത്യമായിട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ചോദ്യം വായിച്ച് കൃത്യമായിട്ടുള്ള അർത്ഥം മലയാളികളാണെങ്കിൽ മലയാളത്തിൽ മനസ്സിലാക്കുക. എന്നിട്ട് വേണം സെർച്ച് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ മാച്ച് ദ മീനിങ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് ആണ് നിങ്ങൾ എന്ത് നോക്കേണ്ടത്, മാച്ച് ചെയ്യേണ്ട. അല്ലാണ്ട് 1-2 വേർഡ്സ് അല്ല. 3, ഏറ്റവും പ്രധാനമായി ഇത്തരത്തിലുള്ള 50-100 പ്രാക്ടീസ് ടെസ്റ്റ് സ്പെസിഫിക്കലി ഫോർ ട്രൂ ഓർ ഫോൾസ് നിങ്ങൾ ചെയ്യുക എക്സാമിനേഷന് മുമ്പ്. Thank you very much.